ഹായ് വെൽക്കം. ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചട്ടണിയാണ് കേട്ടോ. ഒരു നല്ല ദോശയുടെ കൂടെയും നല്ല ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്ടണി, ഗ്രീൻ ചട്ടണി എന്ന് പറയും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കൊരു 4-5 വെളുത്തുള്ളി വേണം. ഓക്കെ, അത് ഇതേപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി ഇതുപോലെ നന്നായിട്ടൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക്, അതും ഒരു 2-3 പച്ചമുളക് എരിവിനാവശ്യത്തിന് അനുസരിച്ച് ഇടുക. 2-3 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ പരിപ്പ്, ഓക്കെ, നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന പരിപ്പ്, അത് കുറച്ച് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്നാണ്, നമുക്ക് കുറച്ച് ഉഴുന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വറ്റൽ മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഓക്കെ, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന മല്ലിയില. ഓക്കെ, മല്ലിയില നമുക്ക് അത്യാവശ്യം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മല്ലിയില എടുക്കാം. പിന്നെ കുറച്ച് പുതിനയിലും കൂടെ എടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഓക്കെ, അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും ഉഴുന്നും ഒരുപാട് ഫ്രൈ ആയി പോകരുത്. പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് തീ വെക്കുക, കാരണം ഫ്രൈ ആയി പോകാതെ, ഒരുപാട് കരിഞ്ഞു പോകാതെ ചെയ്തെടുക്കാം. ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ആയാൽ മതി. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ആയാൽ മതി കേട്ടോ, ഒരുപാട് ഫ്രൈ ആവണമെന്നില്ല. പിന്നെ നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ഓക്കെ, അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അടിയിൽ ഇരിക്കുന്ന ഈ പരിപ്പും ഉഴുന്നൊക്കെ ആദ്യമേ തന്നെ നന്നായിട്ട് ഫ്രൈ ആയി പോകും, ഒരുപാട് ഫ്രൈ ആയി പോകും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ശേഷം നമുക്കതിലേക്ക് ഒരു കുറച്ച് പുളി, വാളംപുളി കുറച്ചിട്ടാൽ മതി, വാളംപുളി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അത്യാവശ്യം ഒന്ന് മീഡിയം ലെവലിലൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുതിനയില ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്ത് ചെറുതാക്കുന്നൊന്നുമില്ല, മല്ലിയില കഴുകി നല്ല വൃത്തിയാക്കി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, കട്ട് ചെയ്ത് രണ്ടാക്കി ചെറുതാക്കി, ഒന്ന് കുറച്ചും കൂടി ചെറുതാക്കി കട്ട് ചെയ്യേണ്ടവർക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന്
അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന്, ഒരുപാട് നേരം വഴറ്റിയെടുക്കുന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം. ഓക്കെ, എന്നിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മല്ലിയിലയും എല്ലാ സാധനങ്ങളും ഒന്ന് ഇരുന്നൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ജാറിലേക്ക് നമുക്കെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമ്മൾ ചട്ടണി ഒന്ന് കുറുകി വരണമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരച്ചങ്ങോട്ട് എടുക്കുക. ഇത് കണ്ടോ, അപ്പോൾ നമുക്ക് ഒരുപാട് ചാറായിട്ടൊന്നുമില്ല. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ച് എടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉഴുന്ന്, ഒരു 2 സ്പൂണ് ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഒന്ന് 2ആയിട്ടൊന്ന് പൊട്ടിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, ഓക്കെ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്യാം. ഓക്കെ, ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു നുള്ളു കായപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതും കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ അതിൻ്റെ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് പോയി വരുമ്പോഴേക്കും നമുക്ക് മെല്ലെ എടുത്തിട്ട് അത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പോൾ കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു.